നമസ്കാരം. നമ്മുടെ ഗതാഗത മന്ത്രി അറിയുന്നതിന് വേണ്ടി ഞാൻ ഈ കൊച്ചു വീഡിയോ ഇവിടെ ഇടുന്നത് മറ്റൊന്നുമല്ല. കഴിഞ്ഞ ദിവസം ബസ്സിൽ വെച്ചുണ്ടായ ഒരു സംഭവം. ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ കൂടി നിരപരാധിയായിരുന്നിട്ടും അദ്ദേഹം ഈ ലോകത്ത് അപമാനിക്കപ്പെട്ടു എന്ന് വിശ്വസിച്ചുകൊണ്ട് താൻ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ പോലും തന്നെ ഒരു തെറ്റുകാരനായി നോക്കുന്ന ഈ സമൂഹത്തിൽ ജീവിക്കാൻ അദ്ദേഹം ഒട്ടും താല്പര്യപ്പെട്ടിരുന്നില്ല. അതിൻ്റെ പേരിൽ മാത്രമാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഈ ബസ് യാത്രയിൽ സംഭവിക്കുന്ന പല സംഭവങ്ങളും യഥാർത്ഥത്തിൽ സത്യമായിരിക്കണമെന്നില്ല. പല പല വീഡിയോകളിൽ നിന്നും വാർത്തകളിൽ നിന്നും നമുക്കത് മനസ്സിലാവുന്നതാണ്. എന്നിരുന്നാലും ഞാനിപ്പോൾ അതിനൊരു ചെറിയ പരിഹാരം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു പരിധിവരെ ഇത് നല്ലതാവാമെന്നാണ് എൻ്റെ വിശ്വാസം. അതെൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കൊച്ചു കാര്യമാണ് കേട്ടോ. നമ്മുടെ എല്ലാ ബസ്സിലും, അത് പ്രൈവറ്റ് ആയാലും ട്രാൻസ്പോർട്ട് ആയാലും, ഈ ബസ്സിൻ്റെ എല്ലാം നേർപകുതി കൊണ്ട് ഗ്രില്ല് പിടിപ്പിക്കുക. ആ ഗ്രില്ലിന് ഒരു വാതിൽ മാത്രം വയ്ക്കുക. ആ വാതിലിൽ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കടക്കാൻ ഏക അവകാശമുള്ള ഒരേ ഒരു വ്യക്തി ആ ബസ്സിലെ കണ്ടക്ടർ മാത്രമായിരിക്കണം. ഇതിൻ്റെ ബാക്കിലായിട്ട് പുരുഷന്മാരും ഫ്രണ്ടിലായിട്ട് സ്ത്രീകളും ഒരു 10 വയസ്സ് വരെ പ്രായമുള്ള ആൺകുട്ടികളും ഉൾപ്പെടെ ക്രമീകരിച്ചുകൊണ്ട് ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. ഇത് സ്വീകാര്യമാകുമെങ്കിൽ, അങ്ങിത് കാണുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നത്തിന് വലിയൊരു പരിഹാരമാകാൻ പറ്റും, ഒരു പരിഹാരം കണ്ടെത്താൻ പറ്റും എന്നൊരു 99% ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണ് ഞാനിത് അയക്കുന്നത്. അപ്പം അങ്ങിത് സ്വീകരിക്കപ്പെടുമെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ.